വളരെ പീസ്ഫുള്ളായിട്ടുള്ള കൂളായിട്ടുള്ള ഒരു ദിവസമായിരുന്നു ഇന്ന്. ചില ദിവസങ്ങളിൽ മാത്രമേ ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്നോ അതൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ എനിക്ക് പറ്റാറുള്ളൂ. ഇന്ന് അങ്ങനെ ഒരു ദിവസമായിരുന്നു. കുറച്ച് കാര്യങ്ങൾ ചെയ്യണം എന്ന് മനസ്സിൽ വിചാരിച്ചിരുന്നു. എപ്പോഴും അങ്ങനെ തലേദിവസം പ്ലാനിംഗ് ഒക്കെ നടത്തി തന്നെയാണ് കിടക്കാറ്. പക്ഷേ പിറ്റേ ദിവസം എല്ലാ കാര്യങ്ങളും ഒന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാറില്ല. എന്നാൽ ചില ദിവസം പറ്റാറുമുണ്ട്. ഇന്ന് അങ്ങനെയുള്ളൊരു നല്ല ദിവസമായിരുന്നു. പൊതുവെ ഞങ്ങൾ ഇടുക്കിക്കാർക്ക് കടുങ്കാപ്പി അല്ലെങ്കിൽ കട്ടൻ കാപ്പി ഒരു വികാരമാണ്. എൻ്റെ വീട്ടിൽ പ്രത്യേകിച്ച്. ഞാനൊരു കട്ടൻ കാപ്പി ഫാനല്ല. എന്നാൽ പോലും ഞങ്ങളുടെ വീട്ടിലെല്ലാവരും കട്ടൻ കാപ്പിയുടെ ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ കാപ്പിക്കുരുവിനും കാപ്പിക്കുമൊക്കെ നല്ല ഡിമാൻഡുണ്ട്. ഇത് കാപ്പിക്കുരു ഉണങ്ങുന്നതാണേ. ശരിക്കും കാപ്പിയിൽ നിന്ന് നമ്മൾ പഴുത്ത കാപ്പിക്കുരുവാണ് പറിക്കുന്നത്. അത് നല്ലപോലെ ഉണങ്ങി ഉണങ്ങി കയ്യിലെടുത്ത് പിടിച്ച് കിലുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലെ കായ കിലുങ്ങുന്ന ശബ്ദം നമുക്ക് കേൾക്കണം. അതാണത്രേ അതിൻ്റെ പരുവം. ഇതിപ്പോൾ നമ്മൾ നേരത്തെ ഉണക്കി വെച്ചിരുന്ന കാപ്പിക്കുരുവാണേ. നല്ല വെയിലുള്ളപ്പോൾ അച്ഛൻ അതൊക്കെ എടുത്തൊന്ന് ചൂടാക്കി വെക്കും. ആരെങ്കിലും മുറ്റത്തിറങ്ങുന്നത് കണ്ടാൽ വാമയ കുട്ടിക്ക് അപ്പം മുറ്റത്തിറങ്ങണം. പിന്നെ തണലുണ്ടായിരുന്നത് കൊണ്ട് അവിടെ നിർത്തി അഡ്ജസ്റ്റ് ചെയ്തു. മോൾക്ക് വേണ്ടി മാത്രമാണ് ദോശയിൽ ഇത്രയധികം നെയ്യ് തൂകാറ്. ഞങ്ങളൊക്കെ പ്ലെയിൻ ദോശയുടെ ആൾക്കാരാണ്. എന്നാൽ ചില ദിവസങ്ങളിൽ എനിക്ക് തോന്നാറുണ്ട് നെയ്യ് ദോശ കഴിക്കാൻ. അപ്പോൾ ഞാൻ ഇതുപോലെ നല്ലപോലെ നെയ്യിട്ട് ദോശ ഉണ്ടാക്കും. ഇപ്പോൾ എൻ്റെ ഒരു റുട്ടീൻ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, മോൾക്ക് എടുക്കുന്ന ഫുഡ് അതിപ്പോൾ ദോശയാണെങ്കിൽ ഞാനൊരു എക്സ്ട്രാ ദോശയും കൂടെ ചുടും. എന്നിട്ട് മോൾ കഴിക്കുന്ന കൂടെ ഞാനും കഴിക്കും. അമ്മ കഴിക്കുന്നത് കൊണ്ട് ഞാനും കഴിക്കും. അങ്ങനെ ഒരു ചിന്ത അപ്പോൾ വരും. അപ്പോൾ അവൾക്ക് കഴിക്കാൻ ഇത്തിരി ഉത്സാഹമൊക്കെ വരും. മാത്രമല്ല, കുഞ്ഞിന് ഫീഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എപ്പോഴും നല്ല വിശപ്പാണ്. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഞാനും ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും എപ്പോഴും. മോൾക്ക് വളരെ കൃത്യമായിട്ടുള്ളൊരു ഫുഡ് റൊട്ടീൻ ഞാൻ ഫോളോ ചെയ്യാറുണ്ട്. അതായത് എന്നും കൃത്യമായ സമയത്ത് ഭക്ഷണം കൊടുക്കുക. അതുപോലെ തന്നെ അവളെ കുളിപ്പിക്കുന്നതിനും ഉറക്കുന്നതിനും ഒക്കെ ഓരോ സമയമുണ്ട്. ഈ ഒരു ടൈം ടേബിൾ നമ്മൾ കൃത്യമായി പാലിച്ചാൽ കുഞ്ഞിനും അത് വളരെ സുഖമാണ്. അപ്പോൾ ദിവസം മുഴുവനും അവർ ക്രാങ്കിയല്ലാതെ ഒട്ടും വഴക്കൊന്നുമില്ലാതെ ഹാപ്പി ആയിട്ട് നടന്നോളും. മോളുടെ കാര്യങ്ങളൊക്കെ ഹബിച്വലാക്കുമ്പോൾ എൻ്റെ കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് താളം തെറ്റാറുണ്ട്. കൃത്യമായി വെള്ളം കുടിക്കാനും സപ്ലിമെൻറ്റ്സ് എടുക്കാനും ഒക്കെ ഞാൻ ഇടയ്ക്ക് മറക്കും. ചില ദിവസങ്ങളിൽ മാത്രമേ ഇങ്ങനെ മറവി സംഭവിക്കാറുള്ളൂ. അല്ലാത്ത ദിവസങ്ങളിൽ എൻ്റെ കാര്യങ്ങളും ഏകദേശം ഇതുപോലെ കൃത്യമാക്കാൻ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. നല്ല വെയിലുള്ള ദിവസമായിരുന്നു ഇന്ന്. നല്ല വെയിൽ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. മഴ എന്നെ സംബന്ധിച്ച് അത്ര ഹാപ്പിനെസ് നൽകുന്ന ഒരു കാര്യമല്ല. പണ്ടും ഇപ്പോഴും മഴ പെയ്യുമ്പോൾ എനിക്ക് വീട്ടിലുള്ള എല്ലാവരും വീട്ടിൽ തന്നെ വേണം. ആരെങ്കിലും ഒരാൾ പുറത്തു പോയിരിക്കുകയാണെങ്കിൽ അവർ വന്നില്ലല്ലോ, അല്ലെങ്കിൽ അവരെവിടെയായിരിക്കും, അങ്ങനെയൊക്കെ ഓർത്ത് എന്തോ ഒരു ടെൻഷനാണ്. ജനലുകളൊക്കെ വീക്ക്ലി വൺസാണ് ഞാൻ തുടയ്ക്കാറ്. എന്നും ചെയ്യുന്ന ക്ലീനിങ്ങിൻ്റെ കൂടെ ഇതൊക്കെ എക്സ്ട്രാ ക്ലീനിങ് ആണ്. അങ്ങനെ എക്സ്ട്രാ ചെയ്യണമെങ്കിൽ എക്സ്ട്രാ സമയം വേണം. മോള് അല്പസമയം കൂടുതൽ ഉറങ്ങിയാൽ മാത്രമേ എനിക്ക് അങ്ങനെ ഒരു സമയം കിട്ടുള്ളൂ. ഇന്ന് കുഞ്ഞ് കുറേ സമയം കൂടുതൽ ഉറങ്ങി. അങ്ങനെ ഞാൻ മനസ്സിൽ എന്തൊക്കെ കാര്യങ്ങൾ വിചാരിച്ചോ അവയൊക്കെ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാനും പറ്റി. എന്നും വീട് ക്ലീൻ ചെയ്തിട്ട് ഇതുപോലെ ഒരു ധൂപമോ അല്ലെങ്കിൽ സാമ്പ്രാണിയോ ഞാൻ കത്തിച്ച് വയ്ക്കാറുണ്ട്. വളരെ മൈൽഡ് ഫ്രാഗ്രൻസ് ആണ് എനിക്കെപ്പോഴും ഇഷ്ടം. അപ്പോൾ നല്ലൊരു എനർജിയും പോസിറ്റിവിറ്റിയൊക്കെ തോന്നും. പ്ലസൻ്റ് ആയിട്ടുള്ള ഇത്തരം ഫ്രാഗ്രൻസിനോട് എൻ്റെ ഹസ്ബൻഡിനും നല്ല ക്രേസാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം സാധനങ്ങൾ എവിടെ കണ്ടാലും എനിക്ക് വാങ്ങിക്കൊണ്ട് തരാറുണ്ട്. വീട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എൻ്റെ ഒരു ഫേവറേറ്റ് ഹോബിയാണ്. എന്ന് പറഞ്ഞാൽ എപ്പോഴും എൻ്റെ വീട് വൃത്തിയിലാണ് കിടക്കുന്നത്, ഞാൻ എപ്പോഴും എല്ലാം പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്യുന്നത്, അങ്ങനെയൊന്നും അതിനർത്ഥമില്ല. പറ്റുമ്പോഴൊക്കെ വീട് വൃത്തിയാക്കി വെക്കാൻ നോക്കും, അത്ര തന്നെ. വീട്ടിൽ ഡിന്നറിന് ചില ദിവസങ്ങളിൽ മാത്രം സംഭവിക്കുന്നൊരു കാര്യമാണ് ഈ ചപ്പാത്തി. അല്ലാത്ത ദിവസങ്ങളിലൊക്കെയും ചോറാണ്. ചപ്പാത്തി കഴിച്ചാലും എനിക്ക് കുറച്ച് കഴിയുമ്പോൾ ചോറുണ്ണാനും തോന്നാറുണ്ട്. ചെറുപ്പം മുതലേ എനിക്ക് ചോറിനോടാണ് താല്പര്യം, പലഹാരങ്ങളോട് അത്ര താല്പര്യമില്ല. പതിവ് പോലെ മോൾ ഉറങ്ങിയതിന് ശേഷം ഞാൻ ഫ്രഷായി ഫുഡ് കഴിച്ചു. എന്നിട്ടാണ് തുണി മടക്കാനായിരുന്നത്. നല്ല വെയിലുള്ള ദിവസമായതിനാൽ ഉണങ്ങാൻ പെൻഡിങ് കിടന്ന എല്ലാ തുണികളും ഉണക്കി. അതുകൊണ്ട് ഒരുപാട് തുണികൾ മടക്കി വെക്കാനും ഉണ്ടായിരുന്നു. വെയിൽ കൊണ്ട് കിടന്നുണങ്ങുന്ന തുണികൾക്ക് ഒരു പ്രത്യേക വാസനയാണ്. അടുപ്പിച്ച് മഴ പെയ്യുന്ന ദിവസങ്ങളിൽ എനിക്ക് ആ വാസന മിസ്സാവാറുണ്ട്. അതുകൊണ്ട് നല്ല വെയിലുള്ളപ്പോൾ ഞാൻ തുണികൾ വെയിലത്തിട്ട് തന്നെയാണ് ഉണക്കാറ്. ഞാൻ ഈ വീഡിയോ എടുത്തത് ബുധനാഴ്ചയാണ്. ഞാനിടയ്ക്ക് ഓർക്കാറുണ്ട്, കുറേ വർഷം കഴിഞ്ഞ് ഞാൻ ഈ വീഡിയോ ഒക്കെ കാണുമ്പോൾ എനിക്കത് ശരിക്കും ഒരു മെമ്മറി റീകളക്ഷൻ ആയിരിക്കും. ഇപ്പോൾ സമയം ഏകദേശം 10:30 കഴിഞ്ഞിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതും വോയിസ് ഓവർ കൊടുക്കുന്നതും ഒക്കെ. എല്ലാം കുഴപ്പമില്ലാതെ ചെയ്യാൻ പറ്റിയാൽ ഒരു സാറ്റിസ്ഫാക്ഷനാണ്. ഇന്നത്തെ ദിവസം അല്പമെങ്കിലും പ്രൊഡക്റ്റീവ് ആക്കാൻ പറ്റിയല്ലോ എന്നുള്ളതിൽ. എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ എല്ലാ ദിവസവും പ്രൊഡക്റ്റീവ് ഒന്നുമല്ല. ഞാൻ ചെയ്യുന്ന ഈ വളരെ ചെറിയ കാര്യങ്ങളൊക്കെ കണ്ട് ആർക്കെങ്കിലും ഒരു ഇൻസ്പിറേഷൻ തോന്നിയാൽ അതെനിക്ക് വലിയ സന്തോഷമാണ്. വീട്ടിൽ ഞാൻ എങ്ങനെയാണോ നിൽക്കുന്നത് അങ്ങനെ തന്നെയാണ് വീഡിയോയിലും വരാറ്. അതിനുവേണ്ടി പ്രത്യേകമായി ഒരുങ്ങാറില്ല, പ്രത്യേകമായി വസ്ത്രം ധരിക്കാറില്ല, പ്രത്യേകമായി ഒന്നും തന്നെ ചെയ്യാറില്ല.
എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.